ഇന്ത്യയെ തന്നെ നിരീക്ഷിക്കുന്ന 2 അമേരിക്കൻ സാറ്റലൈറ്റുകൾ, മറ്റ് ചാരസംഘടനകൾ, ഇവരെ ഒന്നും കണ്ണിൽപ്പെടാതെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആ ദൗത്യം പൂർത്തിയാക്കി. 1998 മെയ് 11 പൊക്രാൻ 2 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ 3 അണുസ്ഫോടനങ്ങൾ. 2 ദിവസത്തിന് ശേഷം മെയ് 13 2 സ്ഫോടനങ്ങൾ കൂടി. ഇന്ത്യയെ നിരീക്ഷിക്കുന്ന 2 അമേരിക്കൻ സാറ്റലൈറ്റുകൾ, മറ്റു ചാരസംഘടനകൾ, ഇവരെ ഒന്നും കണ്ണിൽപ്പെടാതെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ദൗത്യം പൂർത്തിയാക്കി. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ 3 അണുസ്ഫോടനങ്ങൾ. 2 ദിവസത്തിന് ശേഷം മെയ് 13 2 സ്ഫോടനങ്ങൾ കൂടി. അങ്ങനെ 1974 ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയ്ക്ക് 24 വർഷത്തിന് ശേഷം ഇന്ത്യ രണ്ടാമതും അണുപരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയെ നിരീക്ഷിക്കുന്ന സാറ്റലൈറ്റ്സ് ബ്ലൈൻഡ് സ്പോട്ടിൽ വരുന്ന സമയത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ടും ടെസ്റ്റ് എക്യുപ്മെന്റ്സും മറ്റ് സാമഗ്രികളും മിലിറ്ററി ട്രക്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടും, എന്തിന് കലാം സാർ വരെ ആർമി വേഷത്തിൽ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന പേരിൽ വന്നുകൊണ്ടും മറ്റു രാജ്യങ്ങൾക്ക് യാതൊരുവിധ സൂചനയും കൊടുക്കാതെയായിരുന്നു ഓപ്പറേഷൻ ശക്തി. ഇതോടുകൂടി ഇന്ത്യ ഒരു ആണവശക്ത രാജ്യമായി മാറി. US, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ എക്കണോമിക് സാങ്ഷൻസ് പുറപ്പെടുവിച്ചെങ്കിലും ഇന്ത്യക്ക് ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെയും വിജയമായിരുന്നു. നയതന്ത്രത്തിലൂടെ 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ എക്കണോമിക് സാങ്ഷൻസ് എല്ലാം ഓവർകം ചെയ്യാനും നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും കഴിഞ്ഞു. 28 വർഷങ്ങൾക്കിപ്പുറം നോ ഫസ്റ്റ് യൂസ് പോളിസിയിലൂടെ ഇന്ത്യ ഇന്നും ഒരു ന്യൂക്ലിയർ റെസ്പോൺസിബിൾ രാജ്യമായി തുടരുന്നു. കാരണം അന്ന് പൊക്രാനിൽ മുഴങ്ങിയത് ഒരു സ്ഫോടനമല്ല, ആത്മവിശ്വാസമുള്ള ഒരു ഇന്ത്യയുടെ പ്രഖ്യാപനമാണ്.